ഹലോ മാം, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങളിവിടെ ഇവിടെ കേരള മീറ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് ഛത്തീസ്ഗഡില്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളിവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നമ്മളെ പൈസ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് പൈസേന്റെ ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് ഇത്ര പൈസ മുടക്കി വന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് മീറ്റിൽ നാളെ ഇറങ്ങേണ്ട ടൈമാണ് ഇവർ പറഞ്ഞത്. പിന്നെ കളിക്ക് 16 ആൾക്കാർ വേണം, എന്നാലേ ഇറക്കുള്ളൂ. നമ്മളെ ടീം ഇപ്പോ 13 പേരാണ്. 13 പേര് ഉള്ളത് കൊണ്ട്. അല്ല, ഇതിപ്പോ 16 പേരാണെന്ന് അവർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നോ 16 പേരാണ് വേണ്ടത് എന്നുള്ള കാര്യം? 16 പേരാണ് നമ്മളിപ്പോ ഖേലോ ഇന്ത്യയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പൊ അതിൽ 3 കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമുക്ക് ആലുവ UC കോളേജിൽ വെച്ചിട്ട് നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ 3 പിള്ളേർക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി നമ്മൾ ഈ 13 പേര് വെച്ച് നമുക്ക് കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 പേര് വെച്ച് നമുക്ക് പോയി നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 13 പേര് ആയതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ടീമിൽ കളിക്കാൻ പറ്റില്ല, 13-അംഗ ടീം കൊണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് കേരള ടീമിനെ റിജക്ട് ചെയ്തെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അടുത്ത് കോച്ച് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സംസാരിച്ച് നോക്കിയോ അവരുമായിട്ട്? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ 16 പേരുണ്ടായിരുന്നു, ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് 13 പേർ മാത്രം അങ്ങോട്ട് എത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കോച്ച്. അങ്ങനെ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് കോച്ച് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ഒരുപാട് ഏറെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള ഭൂരിപക്ഷം പിള്ളേരാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ദൂരത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ എല്ലാ കുട്ടികളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്വപ്നം എന്നുള്ള രീതിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം നാളെ രാവിലെ മോർണിംഗ് 7 AM നമുക്ക് മാച്ച് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒഡീസ വേഴ്സസ് കേരളയാണ് നമുക്ക് ടീം ഇപ്പോൾ ഉള്ളത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 7 മണിക്ക്. പക്ഷെ ആ 7 മണി സമയത്ത് നടക്കേണ്ട മാച്ചിന് ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നാളെ കേരള ടീമിന് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴാണ് ഛത്തീസ്ഗഡിൽ അവിടെ എത്തിയത്? എപ്പോഴാണ്? അപ്പോൾ ഇന്നലെ വൈകിട്ട് എത്തിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത്തരത്തിൽ 13 പേരാണ് വന്നിരിക്കുന്നതെന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മള് കോച്ചായിരിക്കും അറിയിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ അടുത്ത് എന്താ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ എത്തി അവിടെ റിപ്പോർട്ട് ചെയ്തെന്നാണ് കോച്ച് നമ്മുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേരള ടീമിന് കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം? ഇപ്പോഴാണ് അറിയിച്ചത് അല്ലേ? ഇപ്പൊ 7 മണിക്കാണ് നമ്മുടെ അടുത്ത് മീറ്റിംഗ് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, നമുക്ക് 13 പേരായതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് 13 പേരായതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മുടെ അടുത്ത് റിജക്ട് ചെയ്തെന്ന കേരള ടീമിനെ റിജക്ട് ചെയ്തെന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ 13 പേരാണ് 16 പേരാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 3 പേരെ കൂടി എത്തിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ കളിക്കാൻ പറ്റുമോ? ഇപ്പൊ ഓൾറെഡി ഇപ്പൊ റിജക്ട് ചെയ്തു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഇനി വരുന്ന പ്രൊസീജിയർ എങ്ങനെയാന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ വ്യക്തതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അത് അവിടെ ഖേലോ ഇന്ത്യന്റെ ഇപ്പൊ നടത്തുന്ന ടീം മാനേജർമാറ്റും അവിടുത്തെ ഒഫീഷ്യൽസ് ആയിട്ട് നമുക്ക് സംസാരിക്കാണ്. നമ്മളിപ്പോ അതിനെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തത തരാൻ പറ്റില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായം ചോദിക്കുകയാണ്. നമ്മൾ അത്രയും ദൂരത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഖേലോ ഇന്ത്യന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്കിലും നമുക്ക് വേണമെന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാ രാഷ്ട്രീയക്കാരടുത്തും ഇതിന് അധികാരപ്പെട്ട എല്ലാവരുടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ശരിയാണ്, നിങ്ങളുടെ വിഷമം മനസ്സിലാവും, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും അധികാരികളിലേക്ക് എത്തും ഈ ഒരു വിഷയം എന്ന് തന്നെയാണ് കരുതുന്നത്. കോച്ച് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അദ്ദേഹം ഈ പറയുന്ന പോലെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? മാം, എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണം. കാരണം എന്താന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്കാണ് നമ്മുടെ മാച്ച് തുടങ്ങുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, ഒന്ന് തുടരൂ, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുനിൽ കുമാർ, വലിയ സങ്കടകരമാണ്. ഇങ്ങനെ നാളെ മത്സരിക്കാമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെ പോയ കുട്ടികളാണ് അവിടെ എത്തി അവസാന നിമിഷത്തിൽ നാളെ മത്സരിക്കാൻ കഴിയില്ല, റിജക്റ്റഡ് ആണ് എന്ന് അറിയിച്ചിരിക്കുന്നു. വലിയ സങ്കടത്തിലാണ് അവരുള്ളത്. എങ്ങനെയെങ്കിലും നാളെ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ നമുക്ക്? മാഡം, ഇത് ഇവിടുന്ന് ഈ ടീം പോയ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. കാര്യം സാധാരണഗതിയിൽ
ഒരു ഹോക്കി ടീം പോയാൽ അതിന്റെ ഹോക്കി ടീമിന്റെ സെലക്ഷൻ നടത്തുന്ന അടക്കമുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തീകരിക്കുന്നത് അതാത് അസോസിയേഷനാണ്. അപ്പൊ ഇവിടെ നിന്നൊരു ഇങ്ങനെ ഒരു ടീം പോയതോ എത്ര പേരുണ്ടെന്നുള്ളതോ നമുക്കറിയത്തില്ല. പക്ഷെ നോർമലി ഒരു ടീം എന്ന് പറയുന്നത് 11 പേര് കളിക്കാനും 7 റിസർവ് അടക്കം 18 പേരും പിന്നെ ടീം മാനേജരും ഒരു കോച്ചും അങ്ങനെ 20 പേരാണ് നമുക്ക് പ്രൊവിഷൻ ഉള്ളത്. അപ്പൊ അതില് ഇത്രയും എണ്ണത്തിൽ കുറവ് വന്നാൽ സാധാരണഗതിയിൽ കളിക്കാൻ ടൂർണമെന്റുകളിൽ നാഷണൽ ടൂർണമെന്റുകളിൽ അനുവദിക്കാറില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ടീമിനെ അയച്ചതെന്നും എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും അത് അയക്കുന്ന ആളുകൾ അത് കുറെ കൂടെ കെയർഫുൾ ആയിട്ടൊക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങളൊന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ. ഞാനിതിപ്പം ഇവിടെ നിന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനൊരു ടീം പോയ കഴിവ് ഞങ്ങൾക്കറിയത്തില്ല, ആര് സെലക്ട് ചെയ്തെന്നോ ആര് അയച്ചെന്നോ ഞങ്ങൾക്കറിയത്തില്ല. എന്നാലും ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഹോക്കിയുടെ ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. ശ്രീ സുനിൽകുമാർ, ഇതിപ്പോൾ നാളെ രാവിലെ 7 മണിക്കാണ് അവരുടെ മത്സരം. ഇന്നലെയാണ് കുട്ടികൾ അവിടെ എത്തിയത്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പറയുമ്പോൾ മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടീം പോയി ഞങ്ങൾ അറിഞ്ഞൂടാത്ത ആളുകൾ ഞങ്ങൾക്ക് ഇതിന് എന്ത് മറുപടി പറയാനാ? ഒരിക്കലും ടീം ഫുൾഫിൽ ചെയ്യാതെ അയക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഇനിയിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഛത്തീസ്ഗഡിലെ അതിന്റെ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിയുന്നത്ര സഹായം ഇപ്പൊ ആരയച്ചു എന്നുള്ളതിൽ നമ്മുടെ കുട്ടികൾ അവിടെ ചെന്ന് ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സുനിൽകുമാർ പ്രതികരിച്ചതിന്. ഏതായാലും വളരെ സങ്കടത്തിലാണ് ആ കുട്ടികളുള്ളത്. ഖേലോ ഇന്ത്യയിൽ കേരള കായിക താരങ്ങളായി അവിടെ എത്തിയതാണ്. പക്ഷെ അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട്, മതിയായ അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന്. ഇന്നലെയാണ് ടീം അവിടെ എത്തിയത്. വലിയ ആഗ്രഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി നാളത്തെ മത്സരത്തിന് ഇറങ്ങാനിരിക്കുന്ന ടീമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ തീർച്ചയായും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. അവർക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു തീരുമാനം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.